الحمد لله الملك الحمد ذي القوة المتين والصلاة والسلام على سيدنا محمد الصادق الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي صدق الله مولانا العظيم. ബഹുമാനികളെ, വളരെ സാരവത്തായ വിശേഷങ്ങൾ ഈ സ്ഥാപനത്തിന്റെ നിരന്തരായ പ്രസിഡന്റ് സാദിഖാബദങ്ങളിൽ നിന്നും സമസ്ത കേരളീയ ജംഇയ്യത്തുൽ അഭിവന്യരായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ ഇനി നമ്മുടെ ഈ സന്നിധിയിലൂടെ കാത്തുന്ന അഞ്ഞൂറിലധികം വരുന്ന യുവ പണ്ഡിതന്മാരുടെ ഉപദേശം അവർ കാത്തിരുന്നത് അവരുടെ ഉന്നാഥനാഥൻ തിരഞ്ഞെടുത്തതും അവിടുത്തെ കാണാം. അതേ പ്രകാരം അവന്റെ വിലായത്ത് എന്ന പദവി നബുവത്തിന്റെ ഒട്ടത്തായുള്ള ഒരു പദവിയാണ് നബുവത്ത് എന്ന് പറയുന്നത്. ആ ഔദ്യോഗികമായ പദവി നൽകണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അറിയുന്നവനാണ്. അല്ലാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് അത് നൽകും എന്നതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിനെ വഹിക്കുന്നതിനു വേണ്ടി അവന്റെ ഇൽമ വഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ദഅവ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. അപ്പൊ ഇതൊരു ഇൻതിഖാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഉന്നതമായ ഒരു പദവി നമുക്കൊന്ന് സനദ് നൽകിയുള്ള ഈ പദവി പദവിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഒരു ബോധം നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇനിയുള്ള ജീവിതം നമ്മൾക്ക് ഭാര്യ വേണം, നമ്മൾക്ക് മക്കൾ വേണം, നമ്മൾക്ക് ജോലി വേണം, നമുക്കൊരുപാട് ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ വേണം. പക്ഷേ അതോടുകൂടെ നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ മർമ്മത്തിലേക്ക് ഇറങ്ങുക എന്നതാണ്. നമുക്ക് അല്ലാഹു നൽകിയ ഇൽമ്, ആ ഇൽമിനെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി, ആ ഇൽമനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി, ദഅവത്ത് ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ ഇറങ്ങണം. അതായിരിക്കണം നമ്മുടെ ചിന്ത, അതായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളത്. ആ ദഅവത്ത് നമ്മൾ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിന്റെ ഒരു രീതി, ഒരു ശർഈയായ ഒരു രീതിയാണ് ഈ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. തങ്ങളുടെ മാർഗ്ഗത്തിലേക്ക്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് തങ്ങൾ ദഅവത്ത് ചെയ്യുക. എന്താണ് ഹിക്മത്ത് പറയുന്നത്?
ഹിക്മത്തിലൂടെയാണ്, ഹിക്മത്ത് കൊണ്ടാണ് ദഅവത്ത് ചെയ്യേണ്ടത്. അൽ ഹിക്മത്ത് എന്ന് പറയുന്നതാണ് ഹിക്മത്തും അൽ ഹിക്മത്തും വ്യത്യാസമുണ്ട്. അൽ ഹിക്മത്ത് എന്ന് പറയുന്നത് നാഫിയായ ഇൽമാണ്. പണ്ടൊക്കെ നമ്മൾ ദുആ ചെയ്യാൻ പോലെ മഹാന്മാരെ കാണുമ്പോൾ ഇൽമ നാഫിയാകാൻ വേണ്ടി ദുആ ചെയ്യണം, അല്ലെങ്കിൽ നാഫിയായ ഇൽമിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് നമ്മൾ മഹാന്മാരോട് ആവശ്യപ്പെടാറുണ്ട്. നാഫിയായ ഇൽമ് എന്താണ്? നാഫിയായ എന്ന് പറഞ്ഞാൽ ഇൽമ് ഒന്നാമതായി തെറ്റുകൂടാത്ത ഇൽമാവണം. അതാണ് ഇൽമ് തെറ്റുകൂടാത്ത ഇൽമാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ സംശയിക്കാതിരിക്കുകയുള്ളൂ. നാം കൈകാര്യം ചെയ്യുന്ന നാം പറയുന്ന ദീനിന്റെ വിധികളിൽ നമുക്ക് തന്നെ സംശയമാണെങ്കിൽ കേൾക്കുന്നവരുടെ സംശയം കൊടുക്കാൻ നമുക്ക് സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നല്ല തഹ്ഖീഖോടുകൂടെ ഓരോ മത്ലൂബുകളും ഓരോ മസലകളും ശർഈന്റെ ഓരോ കാര്യങ്ങളും അത് ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും ഫിഖ്ഹിലാണെങ്കിലും അഖീദയിലാണെങ്കിലും തസവ്വുഫിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങളും നമ്മൾക്ക് തന്നെ സ്വയം സംശയമില്ലാത്ത വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിന് സമയം ചെലവഴിക്കണം. വെറുതെ പേര് നോക്കി സമയം കാര്യമില്ല. മൊബൈൽ നമ്മളെ സമയം അനാവശ്യമായി കളയരുത്. നമ്മളുടെ അതല്ല, അനാവശ്യത്തിൽ സമയം ചെലവഴിക്കാനുള്ളതല്ല. നമ്മളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം എന്ന് പറയുന്ന ആളാണ്. അതിനെ നീ പൊട്ടിക്കണം എന്ന് വെച്ചാൽ അതിനെ നീ ഉപയോഗപ്പെടുത്തണം, നല്ല കാര്യം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ അത് പൊട്ടിക്കളയും. അനാവശ്യത്തിന്റെ സമയം ചെലവഴിച്ച് നീ രണ്ടുവിട്ടും നഷ്ടപ്പെട്ടവനാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമയം വളരെയധികം വിലപ്പെട്ടതാണ്. ആ വളരെയധികം വിലപ്പെട്ട സമയം ഇൽമിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സംശയങ്ങൾ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് കിതാബുകൾ ചെയ്യണം. മഹത്തുക്കളായ പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അത് ചെയ്യാനുള്ള കഴിവാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. അതാണ് നമ്മൾക്കുള്ളത്. കിതാബുകൾ ചെയ്യണം. ഏതെങ്കിലും സ്ഥലത്ത് സംശയമുണ്ടാവുകയാണെങ്കിൽ നമ്മോട് ബന്ധപ്പെട്ട വലിയ പണ്ഡിതന്മാരോടോ ഉസ്താദുമാരോടോ ചോദിച്ച് ആ സംശയം നമ്മൾ കേൾക്കണം. നിങ്ങൾ സ്വലാത്ത് ചൊല്ലി നോക്കൂ. നിങ്ങൾ കിതാബ് ചെയ്യുന്ന സമയത്ത് ആ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒന്ന് നോക്കൂ. ഇൻഷാ അല്ലാഹ് അധികം പ്രയാസമില്ലാതെ നമ്മൾക്ക് മനസ്സിലാവും. അത് സ്വലാത്തിന്റെ ഒരു മഹത്വമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ തെറ്റുകൂടാത്ത ഇൽമ് നമ്മൾക്കുണ്ടാവണം. അതുണ്ടായാൽ പോരാ, ആ ഇൽമ് കൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. ഒന്നാമതായി ആ ഇൽമ് കൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. അമൽ ചെയ്യുന്ന ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുന്ന ഇൽമിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ആ ഇൽമ് കൊണ്ടാണ് മറ്റുള്ളവരെ ക്ഷണിക്കേണ്ടത്. അങ്ങനെ ക്ഷണിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഇൽമ് കൊണ്ട് നമ്മൾ അമൽ ചെയ്താൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, ഇന്നാ അർസൽനാക ഷാഹിദൻ വബശിറൻ വനദീറ وداعيا إلى الله بإذنه അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ പ്രകാരം അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ആളായിട്ടും നബിയെ തങ്ങൾ നമ്മൾ നിയോഗിച്ചു. എന്നിട്ട് പറയുന്നു വസിറാജൻ മുനീറ, സ്വയം പ്രകാശിക്കുന്ന വിളക്കാണ്. ആ നിലക്കാത്തങ്ങളെ വെച്ച്
ഈ സിറാജുൽ മുനീർ എന്ന പദം മറ്റൊരു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുർജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. സൂര്യനെ സംബന്ധിച്ചാണ് സിറാജ് എന്ന് പറഞ്ഞത്. എന്താണ് സൂര്യന്റെ സ്വഭാവം? മറ്റ് ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂര്യന്റെ സ്ഥാനം എന്താണ്? സൂര്യന്റെ സ്ഥാനം അത് സ്വയം പ്രകാശിക്കുന്ന ഒരു ഗോളമാണ്. സൂര്യന് മറ്റൊന്നിൽ നിന്ന് പ്രകാശം നേടിയെടുക്കേണ്ട ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്ന ഒരു ഗോളമാണ്. ആ പ്രകാശത്തിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കും ആ ഗ്രഹങ്ങളിൽ മറ്റു വസ്തുക്കളിലേക്കും പ്രകാശം ചെന്നെത്തുകയാണ്. അപ്പൊ സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങൾ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മള് ദാഇകള് ദഅവത്ത് ചെയ്യുന്ന ആളുകള് സ്വയം പ്രകാശിക്കുന്ന വിളക്കാവണം. നമ്മൾ വെറുതെ ഒരു വിളക്ക് പണിയെടുക്കണ്ടല്ലോ. ഒരു വിളക്കിന് പണിയേണ്ട ആവശ്യമില്ല. ഇരുള് നിറഞ്ഞ ഒരു റൂമില് ഒരു സ്ഥലത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്കിന്റെ പണിയെടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ വിളക്കിന്റെ പ്രകാശം കണ്ട് അവര് ഉപയോഗപ്പെടുത്തുകയാണ്. ആ പ്രകാശം ഉപയോഗപ്പെടുത്തുകയാണ് എന്നതുപോലെയാണ് ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ കൊണ്ട് ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുകയാണെങ്കിൽ അവൻ പ്രകാശിക്കുന്ന ഒരു വിളക്കാവും. ആ വിളക്കായി കഴിഞ്ഞാൽ അവനെ കണ്ട് മനസ്സിലാക്കി സ്വയം മറ്റുള്ളവർ നന്നാവും. അവൻ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവൻ പറയേണ്ട ആവശ്യമില്ല. അവനെ കണ്ടാൽ തന്നെ അല്ലാഹു വരും. ഒരു പണ്ഡിതൻ, ഇഖ്ലാസോടെ അമൽ ചെയ്യുന്ന ഒരു പണ്ഡിതൻ, ആ ഒരു ആലിമിനെ കണ്ടാൽ അല്ലാഹുവിന് ഓർമ്മ വരും. അല്ലാഹുവിന്റെ ഓർമ്മ വരും. പരലോകത്തെ ഓർമ്മ വരും. മരണാനന്തര ജീവിതത്തിനുള്ള ചിന്ത വരും. അതിന് നമ്മൾ നന്നാക്കണം. നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ നന്നാക്കണം. അതാണ് ആയിരം ആളുകളെ നന്നാക്കാൻ ഒരാളുടെ ഹാല് ഖൈറാണ്. ആയിരം ആളുകൾ പറയുന്നതിനേക്കാൾ ഒരാളെ നന്നാക്കാൻ വേണ്ടി ആയിരം ആളുകൾ പറഞ്ഞു. അത് ഫലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരാളുടെ അതുകൊണ്ട് ആയിരം ആളുകളാവും എന്നാണ് മഹാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഹിക്മത്ത് പറയുന്നത്. നിങ്ങൾ എല്ലാ തന്ത്രങ്ങളോ ഉപയോഗിച്ച് എന്നല്ല. ഹിക്മത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം. അവിടെ അൽ ഹസന എന്നൊരു അത് ഖുർആനിലെ പ്രയോഗമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അഹ്സൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച് കാണും. ഇത് നമ്മുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒരു കാര്യത്തെ പ്രതിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർഗത്തിലൂടെ മാർഗങ്ങളുണ്ടാവും. ഒരു ലക്ഷ്യത്തിലേക്ക് എത്ര മാർഗങ്ങളുണ്ടാവും. അപ്പൊ ഒരു ശത്രുവിനെ നമ്മൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മാർഗം ഏതാണോ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞു. ശത്രുതയുള്ള ആളുകൾ മാറും. അപ്പോ
നമ്മുടെ ഉപദേശം വെള്ളിയാഴ്ച ശേഷം നിന്നിട്ട് നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഉപദേശിച്ചാൽ മതി. വരണം, സൗകര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോ അയാൾ പറയും നിങ്ങൾക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ വരുമ്പോൾ വാതിലടച്ച് സ്വകാര്യമായിട്ട് അല്ല നമ്മൾ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് നമ്മൾക്ക് വളരെ മോശമായ കാര്യമാണല്ലോ, അതിന്റെ ഗൗരവം അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാണ് ഉസ്താദിലേക്ക് വരാന്ന് പറഞ്ഞത്. ആ കാര്യം എന്നിൽ നിന്ന് ആ കാര്യം ഉണ്ടാവില്ല. വാക്ക് തിരിച്ചു പോകും. നേരെ ശേഷമാണ് ഭയങ്കര പ്രസംഗ. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ട് അയാളെ പള്ളിയിൽ അയാളെ വളരെ മോശക്കാരായി നാട്ടുകാരുടെ ചിത്രീകരിച്ച് ഒരു ഉദാഹരണം പറയാണ്. അപ്പൊ അയാൾ വാശി വരും. ഇതാണ് സ്വഭാവം. ഞാൻ അതിനേക്കാൾ കൂടുതൽ ചെയ്യും, എന്താ കാണിക്കാൻ നോക്കാലോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിത്തീരും. അപ്പൊ വളരെ എന്തിനാണ് നമ്മൾ വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ ചെയ്ത ഒരു തെറ്റ് അതെല്ലാവരും അയാളെ അബദ്ധം വന്നു, ഇനി വെള്ളിയാഴ്ച അത് പിന്നെ ഒരവസരത്തില് അതിന്റെ പറയാ, അതിന്റെ സാഹചര്യം വരും, അതിന്റെ സാഹചര്യത്തിൽ അത് പറയാം. പൊതുവായിട്ട് അയാൾ ഒരു ഉദാഹരണം പറയാണ്. അപ്പൊ നല്ല നിലയിലുള്ള ഉപദേശത്തിലൂടെ ഏതൊരാളെയും നമുക്ക് നന്നാക്കാൻ സാധിക്കും. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവോട് ഉപദേശിക്കണം. പിന്നെ ചില ആളുകൾ അവര് തർക്കിക്കാൻ വരും. അവൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവരവന്റെ ചില വാദങ്ങളിൽ വിദഗ്ധികൾ, മറ്റ് യുക്തിവാദികൾ, വലാലത്തിന്റെ മറ്റു കക്ഷികൾ അവരൊക്കെ ചിലപ്പോൾ നമ്മളെ വെല്ലുവിളിക്കും. നേരിടാനുള്ള കഴിവ് നമ്മൾ അവരോട് തർക്കിക്കണം, സംവാദം നടത്തണം, നടത്തണം. അങ്ങനെയുള്ള ആളുകള് നടത്തിയത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കണം അടിവരട്ടു. ഏറ്റവും നല്ല മാർഗത്തിലൂടെ, നല്ല ഉദ്ദേശത്തിലൂടെ വാദപ്രതിവാദങ്ങളുണ്ട്. ചിലത് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഈ വാദപ്രതിവാദം ചെയ്യുന്ന ആൾക്ക് മറ്റൊരാളോട് വാദപ്രതിവാദം ചെയ്താൽ അവന്റെ തെളിവുകൾ പറയുമ്പോൾ അതിന്റെ സഹായത്തോടുകൂടെ സത്യം അവന്റെ എതിർകക്ഷിയുടെ കയ്യിലാണ് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് പിന്മാറണം. അവിടെ പാടില്ല, പിന്മാറണം. അതാണ് അതിനു വേണ്ടിയാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു കിസ്മ് അതാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ നടക്കുന്നത്. സത്യം നമ്മൾക്ക് 100% ബോധ്യമായിട്ടുണ്ട്. 100% സത്യം നമ്മൾക്ക് ബോധ്യമായിട്ടുണ്ട്.
തറാവീഹ് 20 റക്അത്താണെന്ന് 100% നമ്മൾക്ക് ബോധ്യമാണ്. ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം അവരുടെ ഇജ്മാഅാണ് തറാവീഹ് റക്അത്ത്. അന്ന് മുതൽ ലോക മുസ്ലിമീങ്ങൾ നിലനിന്നുപോന്നതാണ് അതിൽ കുറഞ്ഞ തറാവീഹ് ഇല്ല. 100% നമ്മൾക്ക് ബോധ്യമാണ്. അങ്ങനെ ബോധ്യമായ ഒരു കാര്യം എന്തിനാണ് നടത്തുന്നത്? അത് ശ്രോതാക്കൾക്ക് ബോധ്യമാകാൻ വേണ്ടി, ഈ വാദപ്രതിവാദങ്ങളുടെ മുനാദിറിന് ബോധ്യമാകാൻ വേണ്ടിയിട്ടല്ല. ശ്രോതാക്കളുടെ കൂട്ടത്തിൽ എതിരുകക്ഷി ചില സംശയങ്ങൾ ജനിപ്പിക്കുകയും ആളുകളെ വഴികളിലേക്ക് ക്ഷണിക്കുകയുമ്പോൾ ആ ആളുകൾ ജനങ്ങൾ ശ്രോതാക്കൾക്ക് സത്യം ബോധ്യമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള വാദപ്രതിവാദം. രണ്ടും അനിവാര്യമാണ്, ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതാണ് നമ്മുടെ സിലബസിൽ നമ്മൾ മുനാദറയുടെ ഇൽമ് അതിനുവേണ്ടി കിതാബുകൾ നമ്മളുടെ സിലബസിലുണ്ടല്ലോ. അപ്പൊ അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആവശ്യമാവുന്ന സ്ഥലത്ത് സംവാദം നടത്തുകയും വേണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലയിൽ നമ്മൾ ഈ സമുദായത്തിന്, നമ്മളുടെ ജനതക്ക് അവരുടെ വിഷയങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ മാതൃകാപരമായ ജീവിതത്തിലൂടെ നല്ല സദുപദേശത്തിലൂടെ അവരെ ചെയ്യുന്ന ഇൽമും ഹിദായത്തും നൽകുന്ന പണിയാണ് നമ്മൾക്കുള്ളത്. നമ്മളെ മനസ്സിലാക്കണം. നാം മനസ്സിലാക്കണം. നമ്മളെ മനസ്സിലാക്കണമെന്നല്ല അർത്ഥം. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഒരു ആലിം പറഞ്ഞാൽ എത്രമാത്രം ഉണ്ടാകുന്നു അത്രമാത്രം തായ്മ ഇൽമിന്റെ ഒരു അടയാളമാണത്. ഇവിടെ ഏറ്റവും അധികം നൽകപ്പെട്ടത് അഷ്റഫുൽ ഖൽഖുകൾക്കാണ്. ആ ചെന്നെത്തിയപ്പോ എന്തെങ്കിലും ഒരു പൊങ്ങലുണ്ടായോ? എന്തെങ്കിലും ഒരു അഹങ്കാരമായോ? എന്താ പറഞ്ഞത്? എനിക്കൊന്നുമില്ല. എന്താണ് ആ കാണി? ലോകത്തിൽ ഒരു മഹലൂക്കില്ലാത്ത സ്ഥാനത്തെത്തിയപ്പോൾ അതാണ് എന്റെ മഹത്വം. തായ്മയുള്ള ഒരു സാധാരണക്കാരൻ, മഹാനായ തായ്മയുള്ള ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അഹങ്കാരിയായ ഒരു പണ്ഡിതന്റെ കൂടെ നടക്കുന്നത് നല്ലതാണ്. അഹങ്കാരിയായ ഒരു പണ്ഡിതന്റെ കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലത് തായ്മയുള്ള ഒരു സാധാരണക്കാരന്റെ കൂടെ കൂടലാണ്. അപ്പൊ അതിൽ മനസ്സിലാക്കണം, അഹങ്കാരമായാൽ ാണെങ്കിൽ അവന്റെ അപ്പൊ വേറെ കാര്യം മനസ്സിലാകും. എന്താ മനസ്സിലാവുന്നത്? തായ്മയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവന് വലിയ മഹത്വം പറയുമ്പോ തായ്മയുള്ള ഒരു പണ്ഡിതനാണെങ്കിലോ ഏറ്റവും തായ്മയുള്ള ഒരു പണ്ഡിതൻ. നേരെ അഹങ്കാരിയായ
അതോടുകൂടെ അവൻ അഹങ്കാരിയാണ്. നാലോ അത് ഏറ്റവും മോശപ്പെട്ടതാണ്. അപ്പോൾ ഒരു മഹത്വമാണ് തായ്മ, ബഹുമാനികൾ. അതുകൊണ്ട് നമ്മൾ വളരെ തായ്മയുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പണ്ഡിതന്മാരെ നമ്മൾ എടുത്തുമാറാവട്ടെ. പിന്നെ നമ്മൾക്ക് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഈമാനിന്റെ ഭാഗമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ദീനു അന്നസീഹ എന്ന് പറഞ്ഞത്. നുസ്ഹ് അംബിയാക്കൾ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. അപ്പം നുസ്ഹ് മറ്റുള്ളവർക്ക് ഗുണം കാംക്ഷിക്കുക, വെറുതെ ഈ പണി ഉണ്ടാവരുത്, കുഴപ്പങ്ങളുണ്ടാക്കരുത്. ആ പണി നമ്മൾ ഉണ്ടാവാൻ പാടില്ല. കേട്ടതും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു രോഗമാണ്, എന്തെങ്കിലും കേട്ടാൽ ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുക, എന്നിട്ട് അതിനെ പ്രതികരിക്കുക, അത് പ്രചരിപ്പിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഒരു ഫാസിഖ് ഒരു വാർത്തയുമായി നിങ്ങൾ വന്നാൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാൻ പാടുള്ളൂ. പഠിക്കണം, മനസ്സിലാക്കണം, കേട്ടത് പറയാ. അത് ഒരു മനുഷ്യക്കാരനാവാനാണ്. അപ്പൊ ആ സ്വഭാവം മാറ്റി വെക്കണം. നമ്മൾ സമയം കളയരുത്. നമ്മൾ എല്ലാവർക്കും ഗുണം കാംക്ഷിക്കണം. പിന്നെ അമാനത്ത്, മറ്റുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണകളോ അവിശ്വാസമോ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അവിശ്വാസം ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളുണ്ടാക്കുന്ന ജീവിതമാകാൻ പാടില്ല. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മളെ കൊണ്ടോ സാധിക്കണം. പക്ഷേ അതിനൊരു കുറുക്ക് വഴിയുണ്ട്, ഷോർട്ട് വഴി. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു മനുഷ്യനുണ്ടാവേണ്ട ഗുണങ്ങളെല്ലാം ഉണ്ടാവേണ്ടതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അക്റബുത്തുറുക്ക്, ഷോർട്ടായ വഴിയുണ്ട്. അത് സൂഫിയാക്കൾ കണ്ടെത്തിയിട്ടുള്ള വലിയ ഗവേഷണങ്ങളായിട്ടുള്ള സൂഫിയാക്കളായ മശായിഖന്മാരെ കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണത്. അത് അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം അത് ഹഖായ മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരമാണെങ്കിൽ, നിങ്ങൾ ഉസ്താദന്മാരുടെ ഇജാസത്ത് ഉണ്ടാവട്ടെ, അതുപോലെയുള്ള മഹത്തുക്കളായ ഏതെങ്കിലും മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരമാണെങ്കിൽ വലിയ വോൾട്ടേജാണ് അതിന്. അല്ലാഹുവിന്റെ ദിക്റിനെ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓതനെ വർദ്ധിപ്പിക്കുക, സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. നന്ദാണ്ടാവുക ഒരു പ്രകാശം ഹൃദയത്തിൽ ജ്വലിക്കും. അല്ലാഹുവിന്റെ ദിക്റിനെ വർദ്ധിപ്പിച്ചാൽ ഒരു പ്രകാശം ഹൃദയത്തിൽ ജ്വലിക്കും. ആ പ്രകാശം ഒരു ശൈഖിനെ പോലെയാണ്. ആ പ്രകാശം ഒരു ശൈഖിനെ പോലെ ആ പ്രകാശം നിയന്ത്രിക്കും. ചീത്ത സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഇല്ലാതെയാക്കും. നല്ല സ്വഭാവം ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കും. അല്ലാഹുവിന്റെ ദിക്റിനെ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു ഷോർട്ട് വഴിയാണ്. മിൻ ഹൈസു അറിയാത്ത ഭാഗത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം രക്ഷിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന, ഹിദായത്ത് കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ് അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക. അതെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ
നല്ല ഒരു ദായിയായി ഈ സമൂഹത്തിൽ മരിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത അമലുകളുടെ ബാക്കിയുണ്ടാവണം. ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് നമ്മൾ പോയാൽ അത് നിലനിൽക്കും. ലോകത്ത് വലിയ സമ്പാദ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാർ ഒക്കെ പള്ളികളിൽ പഠിച്ചവരാണ്. നിങ്ങൾ തത്വമായ കോളേജ് പഠിച്ചവരാണ്. അവിടെ തർബിയത്തോടുകൂടെ ധൈര്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ആ ഉസ്താദന്മാരിലൂടെ കിട്ടിയ ആ ഒരു തസ്കിയത്ത് കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലുള്ള ഉഖ്റവിയായ മുഖ്ലിസീങ്ങളായ നാസിഹീങ്ങളായ ഉമനായിട്ടുള്ള ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും ഗുണം കാക്ഷിക്കുന്ന, എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റുന്ന ഒരു മാതൃകാപരമായ ഒരു പണ്ഡിത ജീവിതം നയിക്കാവുന്ന ബഹുമാനമാനുള്ള പണ്ഡിത സുഹൃത്തുക്കളെ നമ്മൾക്ക് എല്ലാവരും തൗഫീഖ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി